ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അധ്യാപക സമൂഹത്തോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ. കേരളത്തിൽ ചില മാനേജ്മെന്റുകളോട് അനുഭാവപൂർണമായ സമീപനം പുലർത്തുമ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകളോടുൾപ്പെടെ ശത്രുപക്ഷ സമീപനമാണ് സർക്കാർ പുലർത്തുന്നതെന്നും മാർ പോളി കണ്ണൂക്കാടൻ അഭിപ്രായപ്പെട്ടു. ചതുർദിന പ്രതിഷേധ സദസ്സിലെ 3-ാം ദിനത്തിലെ യാചനാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിനെതിരെ ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 3-ാം ദിവസത്തിലേക്ക് പിന്നിട്ടു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് പരിസരത്ത് നടക്കുന്ന 3-ാം ദിന സമരം ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം NSS മാനേജ്മെന്റിന് മാത്രമായി ഭിന്നശേഷി വിഷയത്തിൽ അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ മറ്റ് മാനേജ്മെന്റുകളെ സർക്കാർ സൗകര്യപൂർവ്വം ഒഴിവാക്കിയത് നീതീകരിക്കാനാവില്ല. ഈ അനീതിക്കെതിരെ സമരം ചെയ്യുന്ന കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഉൾപ്പെടെയുള്ള അധ്യാപക സമൂഹത്തിന് കേരള മെത്രാൻ സമിതിയുടെ മുഴുവൻ പിന്തുണയും അദ്ദേഹം അറിയിച്ചു. ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, രാജേഷ് ജോസ്, AD സാജു, ബിജു പി ആന്റണി, NP ജാക്സൺ, ജോഫി മഞ്ഞാളി, ജെലിപ്സ് പോൾ, ബിൻസി കാരേക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഷെക്കൈന ന്യൂസ്, തൃശൂർ.